Good morning, all. Good morning, ma'am. 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 Good morning. Good morning, ma'am. Yeah. Okay. Good morning, ma'am. Start ചെയ്തോ. Morning. Yeah. Let's start today's class. Okay. Yeah. Prayer. Prayer. Third of day. Sign. Okay. Thank you. Thank you for the compliments. Okay. Start ചെയ്യൂ. സ്റ്റാർട്ട് ചെയ്യട്ടെ മാം. ഇന്ന് ഞാൻ ആ പ്രയർ ജസ്റ്റില്ല. ഞാൻ അപൂർവമായിട്ടോ ഇതിൽ കയറലുള്ളൂ. എനിക്ക് കയറാൻ പറ്റലില്ല. ആണോ? ആ, Okay. ഞാൻ ക്ലാസ്സിന് പോകുന്നേ കൊണ്ട് അപ്പൊ ഇന്ന് ലീവ് കിട്ടിയപ്പോ കേറിയതാ. റെക്കോർഡ് ക്ലാസ്സാ കാണില്ല. പിന്നെ കുറച്ച് നോട്ട്സ് ഒക്കെ എല്ലാരോടും ചോദിച്ച് എഴുതും. ആണോ? നന്നായിരുന്നല്ലേ? ആ. Okay. അപ്പൊ തുടങ്ങിക്കോളൂ കേട്ടോ. There shall be showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessing, showers of blessing we need. Mercy drops around us are falling, but for the showers we plead. But for the showers we plead. Thank you, ma'am. Okay. Next. What പറയട്ടെ മാം? പറയൂ. Good morning, ma'am. Good morning, everyone. Quote of the day. I am Kanmani Vinod from Cherthala, Kuttiyadod. If you want to change the world, go home and love your family. By Mother Teresa. Thank you, ma'am. Okay. Then sign in. സൈൻ ഞാനാണ് മാം. ഗുഡ് മോർണിംഗ് മാം. morning, ma'am. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് സൈൻ ഇൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു സൂപ്പർ വുമണിനെ കുറിച്ച് പറയണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ ലൈഫിൽ തന്നെ ഒരു സൂപ്പർ വുമൺ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് വേറൊരാളെ കുറിച്ച് പറയുന്നതെന്ന്. ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ അമ്മയെ കുറിച്ചാണ്. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അറ്റാക്ക് ആയിരുന്നു അച്ഛന്. അന്ന് എൻ്റെ അമ്മ 9 മാസം പ്രഗ്നന്റ് ആയിരുന്നു എൻ്റെ അനിയനെ. അന്ന് തൊട്ട് ഇന്ന് വരെ അമ്മ എനിക്കും എൻ്റെ അനിയനും വേണ്ടിയാണ് ജീവിച്ചിട്ടുള്ളത്. അന്ന് അമ്മയ്ക്ക് ചെറിയ പ്രായമായിരുന്നു. അന്ന് എല്ലാവരും അമ്മയെ നിർബന്ധിച്ച് വേറൊരു കല്യാണം കഴിക്കാൻ വേണ്ടി. പക്ഷെ അമ്മ കഴിച്ചില്ല. അമ്മ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ മരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു കാര്യം അറിഞ്ഞുകൂടായിരുന്നു. പുറത്തൊരു സാധനം വാങ്ങുന്നതിനോ ബാങ്കിൽ പോകുന്നതിനോ ഒരു കാര്യങ്ങളെ കുറിച്ചും അമ്മയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു. സത്യം പറയാമെങ്കിൽ 1 കിലോ അരിയുടെ വില എത്രയെന്ന് പോലും അമ്മയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അമ്മയുടെ പരിമിതിക്ക് ഉള്ളിൽ തന്നെ ഒരു അച്ഛനില്ലാത്ത കുറവ് അറിയിക്കാതെയാണ് അമ്മ എന്നെ എൻ്റെ അനിയനെ വളർത്തിയത്. അമ്മയെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം അമ്മ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച്, എൻ്റെ അനിയനെ പഠിപ്പിച്ച്, എൻ്റെ കല്യാണം നടത്തി. സത്യം പറയാമെങ്കിൽ എനിക്കും എൻ്റെ അനിയനും വേണ്ടി അമ്മയുടെ ജീവിതം ത്യാഗം ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. ഇപ്പൊ എനിക്കും എൻ്റെ അനിയനും ഒരു ആഗ്രഹമേ ഉള്ളൂ, അമ്മയെ നന്നായിട്ട് നോക്കണം, അമ്മയെ മാക്സിമം ഹാപ്പി ആയിട്ട് വെക്കണം. അതൊക്കെയാണ് അവന്റെ ആഗ്രഹം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബോൾഡും ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള സ്ത്രീ എൻ്റെ അമ്മ തന്നെയാണ്. അത് നമ്മൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. നമ്മുടെ അമ്മ ഒരു സൂപ്പർ വുമൺ ആയിരിക്കും. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് പറയാനുള്ളത്, നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും അവഗണിക്കരുത്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ വളരുമ്പോൾ അവർ തളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ട സ്നേഹവും പരിഗണനയും നൽകി എപ്പോഴും അവരെ നമ്മുടെ കൂടെ തന്നെ ചേർത്ത് നിർത്തണം. നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതോടൊപ്പം മാമിനെയും എൻ്റെ ഫ്രണ്ട്സിനെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സൈൻ ഇൻ ബൈ ഗീതു ഫ്രം ട്രിവാൻഡ്രം. ഓക്കെ ഗീതു, നല്ലൊരു മെസ്സേജ് ആണ്. അതുപോലെ തന്നെ കുറച്ച് എന്താണ് മൂഡ് ഔട്ട് ആകുന്ന ഒരു മെസ്സേജും കൂടിയായിട്ടുണ്ട്. ഓക്കെ, യാ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഞാൻ ടോപ്പിക് എടുത്തിട്ടാല് ഭയങ്കര സെൻറ്റി ആയിപ്പോ എല്ലാവരും അല്ലെ? ഓക്കെ, നമുക്ക് കൂളായിട്ടിരിക്കാം, ആക്റ്റീവ് ആയിട്ടിരിക്കാം, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പറയൂ, ആക്റ്റീവ് ആണ് എല്ലാവരും? Yes, ma'am. യെസ്. ഓക്കെ,
എന്തെങ്കിലും ടോപ്പിക്കോ പ്രസന്റേഷനോ ഉണ്ടോ? ഉണ്ട് മാം. കോൺഫിഡൻസിന്റെ ബാക്കി പ്രസന്റ് ചെയ്യാനുള്ളവരുണ്ട് കുറച്ചും കൂടെ. അതൊന്ന് ചെയ്യാന്ന് എന്തോ? പറഞ്ഞിരുന്നു. കോൺഫിഡൻസ് പ്രസന്റ് ചെയ്യാത്ത കുറച്ച് ആളുകളും കൂടി ഉണ്ട്. അതൊന്ന് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. യെസ്, കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, കാരണം നല്ലൊരു ടോപ്പിക് ആണത് അല്ലെ? ടോപ്പിക് പ്രസന്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് വന്നോ? അതൊക്കെങ്കിലും വന്നോ? കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? കുറച്ചല്ല, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഈ ക്ലാസ്സിൽ പ്രത്യേകിച്ച്. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്തോളൂ. പേര് ടെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും. ഞാൻ വിളിക്കാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ ഈ ക്ലാസ് മിക്കവാറും അടുത്ത ക്ലാസ്സിലേക്ക് കൂടെ പോകും പ്രസന്റേഷൻ. ഓക്കെ, ഫസ്റ്റ് ഡെയ്സി. സ്റ്റാർട്ട് ചെയ്യും. മാം ഡേയ്സിന്റെ മുന്നേ ഉമ്മു ഹബീബ് ഉണ്ട്. പറയൂ. ഞാൻ ഇന്നലെ പല്ല് പറിച്ചിരിക്കുക, അപ്പൊ മെല്ലെ പറയുള്ളേ, പറ്റുന്ന പോലെ പറയാം. ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടോ? പോയോ? ക്യാമറ ഓൺ ചെയ്യാട്ടോ. ഇപ്പൊ ഈ പല്ല് പറിച്ചിരിക്കും, ഇന്നലെ ഈവനിങ് പറിച്ചുള്ളൂ, അപ്പൊ ഫേസ് ഒരു സുഖമില്ല, അതാ ഞാൻ പതുക്കെ പറയാൻ പറ്റുള്ളൂ. പറയട്ടെ മാം. Good morning all, respected Ashwini ma'am and all my dear friends. I am talking about confidence in our life. Confidence is very essential for our daily life. If you are confident in a situation, that means you are very good knowledge about that particular things. I think confidence and knowledge are interrelated. That means without confidence we can't achieve our goal. For example, if I am going to cook a dish without any idea about that dish, in that situation I am very tensed and nervous because I have no idea about that making process. So that is the problem in that situation. First, we want to improve our confidence through knowledge and skill. And this MT course also is the best example of our confidence. And I think each one of us are not fluent in our English language, English communication, and all our mentors, including you, Ashwati ma'am, and all our teachers are giving a wonderful opportunity to make us good personality and good teachers also. And thank you so much, ma'am, for giving this opportunity. Yeah, okay. Next, Daisy. Daisy, next. Yes, ma'am. Yes, ma'am. Good morning, ma'am. Okay. Good morning, Yeah, ma'am. Good morning, all. Today, I am talking about a few words about confidence. In my opinion, confidence is the most beautiful thing you can possess. It's a feeling or a belief in ourselves regarding our ability. So self-confidence is a trust in ourselves. How can we boost our confidence? Simple. Practice, rehearse, and always say, yes, I can, I will. There is no limit to what you can do. There is a saying by the quote by APJ Abdul Kalam: confidence and hard work is the best medicine to kill disease called failure. There is a story. Once there was a young girl, Lily. She loved to dance, but she was always nervous to perform in front of others. One day, her friend tried to encourage her to have confidence in herself. He told a story about a little bird who was afraid to fly. But the little bird's mother supported and
by her words, encouragement. The bird found confident and spread its wings and fly through the sky. So, by this story, the little girl decided to face her fear and perform herself in front of others. Mm, uh, she practiced hard and believe in herself. At the time, when the day arrived, she herself, with confidence, he performed his dance in front of others and and impressed by everyone uh, in her talent. So, believe in ourselves, have a faith in our abilities. That's all, ma'am. Thank you, ma'am. Okay. Yeah. Okay. Next, Mufida. Yes, Mufida. കാണാൻ പറ്റുന്നുണ്ടോ മാം? Yeah, yeah. Good morning, ma'am. Good morning, all of you. First of all, I'm very happy to stand in before you and tell about the subject confidence. Let us start with a short story. That was a fourth standard maths classroom. And maths class teacher wrote a math problem on the blackboard and called a 9-year-old girl for solve it. And but when she heard her name from that teacher, she became very afraid and she became nervous. And all faces turned towards her and she became very afraid. And by hearing repeat, when class teacher repeated her name, she slowly walked to the blackboard. And when she reached at the blackboard, she became blank, and her mind was all blank. And her eye, the darkness entered to her eyes, and also something was buzzed on her ears. And she felt that she's dizzy, and totally she cannot solve that problem. And teacher said that take your seat. And she slowly walked to her seat. By her mind was full of sadness and also shyness. But really, she was the class topper. But she can, and also that mathematical problem was so simple to her. But the reason behind that she cannot do that problem in that time was she had not confidence. That 9-year-old girl was really me. And I faced so many such situations in my childhood and also in my school days due to a lack of confidence. And when I studied in my UP classes, and I wrote very well using my imagination, especially in Malayalam subject. And but when the teacher called me to read in front of my class, I become very nervous and I cannot do that without shivering. And my voice were always down. And my teachers has only one problem to say about me is that she's extremely talented, but no confidence. Especially in my parents' meeting, I face so many situations. And no confidence. By hearing that, it became a big dream to me to become a confident girl. And I had a great admiration to those people who had speak in front of stage and who are speaking very well in a stage. And I started to practice public speaking in my own imaginary audience, in front of mirror, in also in bathroom. I started to speaking about some subject in my own way. And one day I decided to participate elocution competition in my high school study. It was a January 26th. I remember that was a
really remembering day for me. And January 26th, Republic Day. There was an elocution competition, and I participated in first time in my life. I participated for elocution competition, and there was a best public speaker in our school. That was our school leader. More than thousands of students were studying there. I studied in Muhammad Ali Jawahar High Secondary School in Aloti Vatoli, Calicut. And there was a big public speaker in our school. He was our school leader. And also in the elocution competition, other students participated only for second prize because he was the first prize holder. And I also participated in that competition. And when the result was announced, it was a miracle for me. I was the first prize winner, and he became he was second prize. And that was a turning point for me, and also it was a very miracle for me. And after that, I participated so many such competitions related to public speaking, and I was the best public speaker in my higher secondary school, especially our NSS unit also. And I became when I studied in degree, I became chairperson in our college. And the one fun is that this public speaker or this girl was, before some years, she was really unconfident girl. She has no confidence to speak without shivering. And I achieved it by when it became a passion for me, and it became a dream for me. So I share now. I sharing some trick I used to become a confident girl for you. Okay. First one is that be knowledgeable about what we are dealing with. That is, increase your knowledge day by day by reading newspaper and by discussing about some contemporary subjects and hearing news. This will always make you knowledgeable. And when you read in our newspaper, especially note the point that we always read the editorial sections of that newspaper. It consists of so many contemporary subjects related to our society. It help you to increase your knowledge also. And next one is that eliminate those people who are negative to you. Eliminate negative people around you. Some people stay with us and they make us negative. And for example, our friends, co-workers, when we stand in phone, they take it as a fun and they say some fun comments for you. But according to them, it was a fun, and but it surely make you unconfident. And so eliminate those people who are negative for you, negative people. Okay. And next one is that always keep a good posture, and don't stand like this or don't sit like this. Always make sure that your shoulder is straight and your look is forward and your head is straight. It is a sign of confident people. Okay, so always keep a good posture also, and be conscious. Next one is that be always conscious about our beauty, and also has a good sense of dress. It will surely make you confident. And next one is that it is an important point. Don't compare us with anyone in this world. When some people say that, wow, she's a good dancer, he can see very well, I have no talent. But really understand, we want to realize that the God create each and every person in this world as unique. If he has a talent, you can another talent. So believe in yourself and don't compare us with anyone. Okay. Next one is that
keep a equality mentality, equal mentality. Some people thinking that he has more knowledge more than me. Okay, she is more talented. He is more talented. I have no talent. I have no knowledge. So if by thinking this, it will surely make you unconfident. So don't and keep always equal mentality. And also next one is that be social always. And discussing about something about your friends, and also don't stay alone. Be social always. It will make you confident. And next one is that constantly practice the thing that you think that you cannot do. Constantly practice that. It will also make you confident. And so I concluded my word by saying that there is nothing in the world that we cannot do. So believe in yourself and be confident. Thank you. ഓക്കെ മുഫീദ, കൂടുതലൊന്നും പറയാനില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ജ്യോതി. മാം, ഈ മുഫീദ പറഞ്ഞ 10% പോലും എനിക്കറിയില്ല. എന്തെങ്കിലും എഴുതിയിട്ടുണ്ട് ഞാൻ എൻ്റെ കോൺഫിഡൻസ്, അതൊന്ന് ഞാൻ പറയാം മാം. പക്ഷെ ഞാനിപ്പോ വീഡിയോയിൽ വരാൻ പറ്റില്ല മാം, ഞാൻ വർക്കിലായത് കൊണ്ട് ഞാൻ അങ്ങനെ പറയാം. ഓക്കെ, അല്ലെ മുഫീദ എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനിയൊന്നും പറയാനില്ല. എനിക്ക് സത്യത്തിൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനേ അറിയില്ല മാം. എനിക്കത് ഭയങ്കര ഫീലിംഗ് ആണ്. ഇവരൊക്കെ സംസാരിക്കണത് കാണുമ്പോ എനിക്ക് ഭയങ്കര അസൂയ തോന്നുന്നു. അയ്യോ, നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിയാണ്. എനിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയില്ല. പക്ഷേ ജസ്റ്റ് നമ്മുടെ മലയാളം വേർഡ്സ് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ആക്കാം, എന്തായാലും ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷെ അങ്ങനെ വിചാരിച്ച് പ്രസന്റ് ചെയ്തത്, അല്ലാണ്ട് ഞാൻ മലയാളം 10th വരെ മലയാളം മീഡിയം പഠിച്ച കുട്ടിയാണ്. എനിക്ക് അതിന്റെ ബേസ് ഗ്രാമർ ഒക്കെ എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു സംഭവമാണ്. ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ എത്തിരി ഒന്ന് പ്രിപ്പറേഷൻ ചെയ്തു, അത്രേ ഉള്ളൂ. അതാണ് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. തെറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഒന്ന് പ്രിപ്പയർ ചെയ്തതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് പറയാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായി. അതെ, അതന്നെയാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. Okay ma'am. Hi, good morning ma'am. Good morning all. Today I am talk about confidence, especially my confidence. Thank you. Give the topic ma'am. Thank you so much for this opportunity. I am a single woman. I have not parent support. They are not helped me, although I achieved all things in my single situation. ഇത് തെറ്റുണ്ടോന്ന് അറിയില്ല മാം, ജസ്റ്റ് എൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ എഴുതിയതാണ്. നെക്സ്റ്റ്, my skin color, my height, my weight, my nature, my attitude, also my confidence. And last important point, last important point, and special confidence, my dressing sense. This is my confidence. Don't compare with other person. And I don't know English, although I tried my best. Finally, I love my confidence. Thank you. Jyoti. Thank you. ജ്യോതിയെ കുറിച്ച് ഞാൻ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ മാം? ഇവിടെ മിസ് ഇങ്ങനെ പറഞ്ഞുള്ളൂ, ജ്യോതി ഉണ്ട്, ആള് കൂടുതൽ തമിഴ് ലാംഗ്വേജ് ആണ് എന്ന് പറഞ്ഞു. ആണോ? അതെ മാം, തമിഴാണ്. Okay, can you tell me about you? That's it. Short ആക്കി ഒന്ന് പറയാമോ? എന്താ മാം? ഒന്ന് ഷോർട്ട് ആക്കി പറയാമോ? എന്താ മാം? എന്നെ കുറിച്ചോ? പറയാം മാം. മാം, ഞാൻ എന്റെ പേഴ്സണൽ ആണോ മാം? ഞാൻ വളർന്നത് അതൊക്കെയാണോ മാം?
ഞാൻ ഞാൻ ജനിച്ചത് അല്ലല്ല കുഴപ്പമില്ല പറയാം മാം. ഞാൻ ജനിച്ചത് പാലക്കാട് തന്നെയാണ് മാം. എൻ്റെ നാട് പാലക്കാട് തന്നെയാണ്. എനിക്ക് 2 ബ്രദർ, ഞാനൊരു അനിയത്തി. എനിക്ക് അമ്മ, അച്ഛനില്ല. അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. മാം, അച്ഛൻ എനിക്ക് 4 വയസ്സായിരിക്കുമ്പോൾ തന്നെ മരിച്ചു. അമ്മയാണ് ഞങ്ങളുടെ 3 വളർത്തിയത്. അത് കഴിഞ്ഞിട്ട് എന്നെ 18 ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചെറിയേട്ടൻ ഞാൻ 10 വരെ പഠിച്ചിട്ട് ഞാൻ പഠിക്കില്ല വന്നു. എനിക്ക് പഠിക്കണമെന്നതിൽ ഇൻട്രസ്റ്റേ ഇല്ല, എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ തുന്നലിന് പോകണം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ടൈലറിങ് ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ചെറിയേട്ടൻ പറ്റിയില്ല. അപ്പം ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവരും. പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല, നീ വന്ന് +1 +2 പഠിക്കുക. അവരൊക്കെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിന്റെ പ്രാരാബ്ദം കൊണ്ട് അവർ പഠിപ്പൊക്കെ നിർത്തിയിട്ട് പകുതിയിൽ പണിക്ക് പോയവരാണ് ഏട്ടന്മാർ. അപ്പോൾ നീ പഠിക്കണം, നീ എങ്കിലും പഠിക്കുക പറഞ്ഞിട്ട് എന്നെ 11th 12th ഞാൻ പഠിച്ചു. 12th പഠിക്കുമ്പോൾ തന്നെ പെണ്ണ് കാണാൻ വന്നു. വീട്ടിൽ ചെക്കൻ നോക്കി 18 വയസ്സിൽ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. കല്യാണം കഴിച്ചു കൊടുത്തിട്ട് 19 വയസ്സിൽ, അപ്പോൾ ഒന്നും അറിയില്ല, കുട്ടി വേണ്ടാന്ന് വെക്കണമെന്നോ അങ്ങനെ ഒരു ഇതൊന്നും നമുക്കറിയില്ല. ചെറുപ്പം കളിക്കണ പ്രായമായതുകൊണ്ട് കുറച്ച് തള്ളി കൊണ്ടുപോകണം, ഒരു 20 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രസവിക്കാം, അങ്ങനെയുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പോയി ഒറ്റ മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി. 19 വയസ്സിലും മകള്, 21 വയസ്സിലും മകൻ, 2 കുട്ടികൾ. ഭയങ്കര ബുദ്ധിമുട്ടിക്കലായിരുന്നു. അമ്മായിയമ്മയും ഭർത്താവും നല്ല സ്നേഹത്തോടെ ലാളിച്ച് വളർത്തിയതായിരുന്നു എന്നെ. അവിടെ കൊണ്ടുപോയി ഭയങ്കര കഷ്ടപ്പെടുത്തി എല്ലാവരും. പിന്നെ അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ തന്നെ സഹിച്ച് അങ്ങനെ പോയി. നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്ന അമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ല പറഞ്ഞിട്ട് ആ സങ്കടങ്ങളൊക്കെ സഹിച്ച് ഞാൻ അങ്ങനെ അവിടെ തന്നെ ജീവിച്ചു. പിന്നെയും എനിക്ക് പറ്റണില്ല. പിന്നെ അങ്ങനെ തന്നെ സഹിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവരെന്നെ എന്നെ വേണ്ട വേണ്ട പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട്, കുട്ടികളിലും പറഞ്ഞയക്കാതെ 2-3 പ്രാവശ്യം ഇതുപോലെ ഇരുന്നതായിരുന്നു. പിന്നെയും എൻ്റെ അമ്മയും ഏട്ടന്മാരൊക്കെ പോയി എൻ്റെ അമ്മായിയമ്മനെയൊക്കെ കാലൊക്കെ പിടിച്ച് കരഞ്ഞ് കൊണ്ടുപോയി അവിടെ തന്നെ ആക്കിയിട്ട് വരും. പിന്നെയും കുറച്ച് ദിവസം സഹിക്കും. പിന്നെ ഇതേ തന്നെയാണ് പ്രശ്നം. ഒന്ന്, എൻ്റെ ഭർത്താവിന് അമ്മ പറയണത് മാത്രമേ കേൾക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു സ്നേഹം അയാൾക്ക് എന്താ, ഞാൻ ഭയങ്കര സ്നേഹമായിരുന്നു ഭർത്താവിൻ്റെ മേലെ. പക്ഷെ അയാൾക്ക് ഒരു ഇതിൽ പോലും എൻ്റെ സ്നേഹം അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവർ ഇപ്പോൾ വേണ്ടാന്ന് 4 വർഷം എന്നെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. അമ്മയുടെ വീട്ടിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ലായിരുന്നു. ചെറിയേട്ടനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഹോം നഴ്സിംഗ് ആയിട്ട് ഒരു വീട്ടിൽ താമസിച്ച് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ചെറിയേട്ടൻ ഇപ്പോൾ ഒരു 6 മാസത്തിന് മുമ്പ് മരിച്ചു ഏട്ടൻ. എന്നെയും പുറത്താക്കിയ ഏട്ടൻ ഇപ്പോൾ മരിച്ചു. ഇപ്പം ഇല്ല. മരിക്കണതിന് മുമ്പ് വരെ ഏട്ടൻ എൻ്റെ അടുത്ത് സംസാരിക്കില്ലായിരുന്നു. ഇപ്പം ഞാൻ സംസാരിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഏട്ടൻ ഇല്ല, അപ്പം സംസാരിക്കാനില്ല. അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് എനിക്ക്. അതേപോലെ കുട്ടികളിന് അവർ തരില്ല എന്ന് പറഞ്ഞു. കുട്ടികൾ അവിടെയാണ്, ഭർത്താവിൻ്റെ കൂടെയാണ്. ഇപ്പം 4 വർഷമായിട്ട് ഡിവോഴ്സ് പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഫെബ്രുവരിയിൽ ഡിവോഴ്സ് കിട്ടും. അതോടെ കഴിഞ്ഞു ഞാനുമായിട്ടുള്ള ബന്ധം. ഇതാണ് മാം എൻ്റെ ഷോർട്ട് സ്റ്റോറി. പിന്നെ ഞാൻ കോൺഫിഡൻ്റ് ആണ് മാം. ഇപ്പം ഞാൻ തനിയെ വന്ന ശേഷം ഞാൻ എനിക്കായ ആ ജീവിതം സന്തോഷത്തോടെ, അവിടെ ഇരിക്കുമ്പോഴൊക്കെ അവർക്ക് പേടിച്ച് ജീവിക്കേണ്ടതായിരുന്നു. ഇപ്പം ഞാൻ സ്വയം സമ്പാദിച്ച് സ്വയം എനിക്ക് വേണ്ട ഡ്രസ്സുകളും എനിക്ക് എന്തൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അത് ഞാൻ എൻ്റെ പൈസ കൊണ്ട് ഞാൻ വാങ്ങിക്കഴിക്കുന്നുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ മാം, ഇത് എവിടെ നിന്ന് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് സന്തോഷമാണ്. ഇപ്പം ഞാൻ ഈ ക്ലാസ്സിൽ പഠിക്കാൻ ചേർന്നത് പോലും ഞാൻ എൻ്റെ സ്വയം സമ്പാദ്യത്തിലാണ് ഞാൻ ഈ പഠനം ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് എൻ്റെ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. എന്നെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് മൈസെൽഫ്. അങ്ങനെ താങ്ക് യു മാം എൻ്റെ കഥ കേട്ടിട്ട് ടൈം സ്പെൻഡ് ചെയ്തതിന്. മുന്നോട്ട് പോവാട്ടോ, കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോവാ. ലൈഫ് ഇനിയും കിടക്കുകയല്ലേ. അതെ മാം. അതുകൊണ്ടാണ് അയാളുടെ മുമ്പത്ത് ജീവിച്ച് കാണിക്കുന്നുള്ള ഒരൊറ്റ വാശി മാത്രമേ ഉള്ളൂ. അയാളിനെ എന്നെ പറഞ്ഞതിന് ശേഷം ഞാൻ താഴ്ന്നു പോവാൻ പാടില്ല, ഞാൻ ഉയരങ്ങളിലേക്ക് എന്നെ പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരൊറ്റ വാശി മാത്രമേ ഉള്ളൂ എനിക്ക്. എൻ്റെ അടുത്തുനിന്ന് പോയിട്ട് ഈ പെണ്ണ് ഇങ്ങനെ ആയി എന്ന് പറയാൻ പാടില്ല. അയ്യോ ഇങ്ങനെ ആയോന്ന് അവർ അങ്ങനെ വായിൽ വിരൽ വെക്കണ പോലെ ഞാൻ ജീവിച്ച് കാണിക്കണം. ആ ഒരു കോൺഫിഡൻറ്റ് മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ, അത്രയും സപ്പോർട്ട് ചെയ്ത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. എല്ലാവരും ഇപ്പൊ കോഴ്സിൽ ചേർന്ന എല്ലാവർക്കും അവരുടേതായ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ കോഴ്സ് കൊണ്ട് ഇതെല്ലാം മാറട്ടെ. താങ്ക് യു മാം.
താങ്ക് യു മാം. പിന്നെ തമിഴിന്റെ കാര്യം പറഞ്ഞാൽ തമിഴ് ഞങ്ങളുടെ അവിടെ പാലക്കാട് ആയിരുന്നാലും ഞങ്ങൾ തമിഴ് ആൾക്കാരാണ്. തമിഴേ സംസാരിക്കുള്ളൂ വീട്ടിൽ തമിഴ്. പക്ഷെ തമിഴ്നാട്ട് തമിഴല്ല, ഒരു മലയാളം തമിഴ് മിക്സിംഗ് ആയ ഒരു തമിഴ് പറയും, പാലക്കാട്ട് തമിഴ് എന്ന് പറയും. ആ തമിഴേ സംസാരിക്കുള്ളൂ. പക്ഷെ എനിക്ക് ആ തമിഴിനെക്കാളും എനിക്ക് തമിഴ്നാട്ട് തമിഴാണ് ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ലോണം തമിഴ് സംസാരിക്കും, എഴുതും, വായിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തമിഴോട് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു താല്പര്യമാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും എനിക്ക് മലയാളം അത്ര പെട്ടെന്ന് വരില്ല, തമിഴാണ് കൂടുതൽ വരിക. അതുകൊണ്ട് തന്നെ എനിക്ക് മലയാളം സംസാരിക്കാനേ കിട്ടില്ല. ഇവരുടെ അടുത്ത് ഞാൻ കൂടെ ചോദിച്ചിട്ടുണ്ട്, "എടാ, ഞാൻ പറയണ മലയാളം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട്." അത്രയ്ക്ക് ഇഷ്ടമാണ് തമിഴിന്റെ മേലെ. അതാ എന്താണെന്ന് അറിയില്ല. താങ്ക് യു മാം. കാരണം എനിക്ക് തോന്നിയതാണ് കേട്ടോ, നമുക്ക് മലയാളത്തിനേക്കാളും കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് തമിഴാണ്. അതെ മാം, ഈസിയായി പഠിക്കാം മാം. നമ്മുടെ മലയാളം പോലെ കഷ്ടമല്ല, അത് ഈസിയാണ്. ഒരു കായേ ഉള്ളൂ, ഒരു തായേ ഉള്ളൂ. നമ്മളെ പോലെ 4 കാ 4 തായ ഒന്നുമില്ല. ஓ பேசலாமே, தாராளமா பேசலாம், பேசுங்க. எனக்கு ரொம்ப ரொம்ப பிடிக்கும் தமிழ்னா. அது என்னன்னே தெரியல, சின்ன வயசுல இருந்தே நான் டிவியை பார்த்து பார்த்து தான் ஒவ்வொரு எழுத்தா பார்த்து பார்த்து கத்துக்கிட்டேன். எனக்கு ரொம்ப ரொம்ப பிடிக்கும் தமிழ். நான் தமிழ்ல நிறைய കവിതയെല്ലാം എഴുതുവേൻ. മലയാളത്തിൽ എനിക്ക് അറിയില്ല മാം, പക്ഷെ തമിഴാണെങ്കിൽ ഞാൻ നല്ലോണം കവിതയൊക്കെ എഴുതും. അത് ചെറുപ്പത്തിൽ തൊട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോ നമുക്ക് വാശിയോടെ മുന്നോട്ട് പോവാ, സക്സസ്ഫുൾ ആയിരിക്കും ലൈഫ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു. ഓക്കെ, യാ, നെക്സ്റ്റ് ഉമാദേവി. Good afternoon, ma'am, and good afternoon, my dear all friends. Today I'm talking about few words to confidence. Self-confidence is defined as a belief in one's own abilities and qualities. It will help you improve your skills and bring positivity. It will help you feel more independent. Don't expect perfection when you are a starter. That's all, ma'am. Thank you. Okay, thank you. Next, Rashida. Good morning, ma'am. Good morning, all. I am Rashida from Ernakulam. Today, I am here to speak a few words on confidence. Confidence is the belief in one's abilities and qualities. It is the attitude developed by a person based on works, skills, and abilities. Confidence helps us to develop trust in ourselves and bring a sense of control on our life. Confidence is the key to success. It makes a person feel positive in life. It helps a person to successfully face day-to-day challenges. Your confidence will act like a superpower. Once you start to believe in yourself, magic will happen. Thank you. Okay, Rashida. Next, Tasni. Good morning, ma'am. Morning. Yeah, Tasni, are you? Okay, ma'am. Okay, good morning, all. Today I'm talking about some way confidence. Confidence is a feeling of trust in your life, in yourself, and your abilities. It can help you feel good about yourself and achieve your goals. Self-confidence is the key to success. The confidence of a person can be seen in the words done by that person. A person with self-confidence can alone face the biggest problem or challenges in your life and regularly give up as they strive to achieve success. If it is take multiple trials, confidence is help one deal with stress and anxiety. They take care of their mental well-being. It that helps in building leadership and executive skills. Confidence act like a keystone towards achieve one's goal in our life. Confidence is a make good vision for our dream.
I will sure achieve your goals. Okay, thank you, ma'am. Thank you. Okay, Disney. Next, Fatima left time on. Yeah. Next, Kamalisa. Let me read it. Good afternoon, ma'am. Yeah, very good. Today I am talk about confidence. Confidence in the positive belief that I can achieve my own desire. We should never compare ourselves with others because each person is different and each has their own perspectives and talents. When we compare ourselves to others, we may feel that I am far below them. Such thoughts only make us fail in our life. So we always try to keep negative thoughts away. So we should always think positive. Confidence people walk everywhere with their heads held high. Whatever failure comes their way, they can face it well. So we always think positive and be happy. Okay, thank you, ma'am. Okay. Next, Shabla. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഓൾ. എനിക്ക് വല്ലാതെ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല കേട്ടോ. Okay. It's okay. ഞാൻ പറയട്ടെ. Confidence means that we need confidence in everything we do. We start learning something through confidence. We need confidence to attend exams and ask about to teacher, ask children. We need confidence to meet people and do other things and learn. We need confidence to go to a country without anyone and take to people and understand things. We need confidence to pass an interviews when we go for a job and also to do that job well after getting the job. We need confidence to clear doubt if someone asks us. This is what I want to say about confidence. Thank you, ma'am. Okay, Shabla. Next, കൺമണി. നിങ്ങൾ ആരും ക്യാമറ ഓൺ ചെയ്തില്ല? സംസാരിച്ചാൽ കുറച്ചുകൂടി നല്ലതാണ്. Okay. ഒരു പേടിയുണ്ട് മാം. ഒരു കോൺഫിഡൻസ് ആയിട്ടില്ല. Yeah, പറയൂ കൺമണി. പേടിയുണ്ട് ട്ടാ. Okay. Today I want to remind you that you have the power to create the life you want. Believe in yourself, take risk, and never give up on your dreams. Remember, confidence is not the absence of fear, but the willingness to act in spite of it. So stand tall, speak your truth, and let your voice be heard. You are capable of achieving greatness. Go out there and make it happen. Thank you. ഇത് ഞാൻ ആദ്യമായിട്ടാ പറയണം കേട്ടോ. എനിക്ക് നല്ല വിറവലുണ്ട്, പേടിയുടെ നോക്കി വായിച്ചത്. കുഴപ്പമില്ല, നല്ല വായിച്ചല്ലോ, പറഞ്ഞല്ലോ, ക്യാമറ ഓൺ ചെയ്ത് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ കൂളായോ? ഇല്ല, വിറവല് മാറിയിട്ടില്ല. എനിക്ക് ഇതേപോലെ ഒരുപാട് തിരക്കും കാര്യമൊക്കെ ഉണ്ടോ. എന്റെ 19 വയസ്സിൽ കല്യാണം കഴിച്ചതാ ഞാൻ. കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം ജ്യോതി പറഞ്ഞ പോലെയുള്ള ഇതൊക്കെ ഉള്ളു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഹസ്ബൻഡും കുട്ടികളൊക്കെ എന്റെ കൂടെ സപ്പോർട്ടാണ്. അമ്മായിയമ്മയുണ്ട്, പുള്ളിക്കാരി ഇപ്പൊ 6 വർഷമായിട്ട് കിടപ്പാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷെ ചെയ്തു കൊടുത്താലും ചില സമയത്ത് അമ്മ മോശമായിട്ടുള്ള നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല. എല്ലാം അമ്മയുടെ ചെയ്ത് അമ്മേനെ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കണം. പിള്ളേരുമായിട്ടൊന്നും പുറത്തു പോകാനൊന്നും പറ്റത്തില്ല. എപ്പോഴും ഇത് തന്നെ ബിസി ലൈഫായിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ എന്റെ ഒരു ഇതിന് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ചേർന്നതാ. ഹസ്ബൻഡ് ജോലിക്കൊന്നും വിടത്തില്ല പുള്ളി. അപ്പൊ പുള്ളി ഇവിടെ പുറത്താണ്. അപ്പൊ പുള്ളി ജോലിക്ക് പോയി കഴിഞ്ഞാല് മക്കളെയും നോക്കണം, അച്ഛനെയും അമ്മേനെയും നോക്കണം. വീട്ടിൽ വേറെ ആരുമില്ലല്ലോ. അപ്പൊ ഒരാൾ ജോലിക്ക് പോയാൽ മതി. എന്നെ അങ്ങനെ പുള്ളിയുടെ സ്നേഹവും എല്ലാം സംരക്ഷണവും എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ അച്ഛനും അമ്മ പുള്ളി വീട്ടിലില്ലല്ലോ. അപ്പൊ അവരുടെ സംസാരമൊക്കെ നമുക്ക് വളരെ മോശമാണ്. അവരെ നമ്മൾ നോക്കുകയും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യണം. പിന്നെ ഇങ്ങനെ ബോറടിച്ച് അടിക്കാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ കണ്ടപ്പോ ഞാൻ എന്റെ ഒരു ഇതിനു വേണ്ടി ചേർന്നതാ. അപ്പൊ ഇവരുടെ ഓരോ കുട്ടികളുടെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോ അതിൽ നിന്ന് എനിക്ക് കുറച്ച് സന്തോഷവും കിട്ടുന്നുണ്ട്. എല്ലാവരുടെ വിഷമം കേൾക്കുമ്പോ അതിൽ നിന്ന് ഞാൻ ഒരു ഇത് മാറി കിട്ടുന്നുണ്ട് എന്റെ വിഷമങ്ങളൊക്കെ. എന്റെ വിഷമമൊന്നും അല്ല അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോ. പിന്നെ ഇങ്ങനെ ഓരോരുത്തരുടെ തമാശകളും പാട്ടും ഇതുമൊക്കെ കേൾക്കുമ്പോ ഞാൻ അതിൽ നിന്നൊക്കെ കുറെ സമയം പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഒന്ന് ചേർന്നതാണ്. ഇനി പിള്ളേരൊക്കെ വലിയതായി അവരൊക്കെ മാറി കഴിയുമ്പോ എനിക്ക് എന്റേതായ എവിടെയെങ്കിലും സ്കൂളിൽ കൊച്ചു പിള്ളേരൊക്കെ ഒന്ന് പഠിപ്പിക്കാം. ഇത്രയും നാൾ കുട്ടികളെ പഠിപ്പിച്ചൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരെ നോക്കി ഞാൻ ജീവിക്കുകയാണ്. ഹസ്ബൻഡ് ഇല്ലാത്തത് കൊണ്ട് അവരെ പഠിപ്പിക്കാൻ കൊണ്ടാക്കുന്നു, കൊണ്ടുവരുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ ഇതിന്റെ സമയത്ത് ഇങ്ങനെ ഈ ക്ലാസ്സിനെ കൂടി ചേർന്നു. ഇങ്ങനെ ഞാൻ ഇതിനൊന്നും ചേർന്നിട്ടില്ല. പുറത്ത് ആരോട് സംസാരിക്കാറില്ല, ഒന്നുമില്ല. ഇങ്ങനെ വീട്ടിലെ പണിയും ചെയ്ത് ഇങ്ങനെ നാമൊക്കെ ചെയ്ത് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ടൈപ്പാണ്. കുറച്ചൊക്കെ ചേഞ്ച് വന്നില്ലേ അല്ലെ കോഴ്സിൽ ചേർന്നപ്പോ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് മദർ ലോ എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുകയാണെങ്കിൽ കൂടുതലും നെഗറ്റീവ് ആയിരിക്കും. അതെ അതെ. അല്ല മാം, എന്റെ മദറിലോ ഒരിക്കലും നെഗറ്റീവ് അല്ല. എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ്. എന്നെ ഈ കോഴ്സിന് തന്നെ ചേർത്തത് എന്റെ മദറിലോ ആണ്. നല്ല സ്നേഹം, നല്ല കരുതല. കൂടുതലും വരുന്ന നെഗറ്റീവ് ആയിരിക്കും. അതിന് ഞാൻ ഭാഗ്യവതിയാണ്. നല്ല സപ്പോർട്ടിങ് ആണ്. ഓക്കെ. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഈ പറയുന്ന മൈൻഡ് ചെയ്യേണ്ട എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, നമുക്ക് ആ ടോപ്പിക് വേണ്ട. കുറച്ച് സീനാണ് ആ ടോപ്പിക്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ആരാണ്? ആരതി. ആരതി പറയൂ. Video on. Good afternoon, ma'am, and my dear friends. Today, I am here to speak a few words about confidence. We all know that self-confidence is a belief that we have in ഫേസ് ourselves. കാണുന്നില്ല, ചുമരാ കാണുന്നത്. അത്ര കണ്ടാ പോരെ? പോരാ, കാണിക്കെങ്കിൽ ഫുള്ളായിട്ട് കാണിക്കും. We all know that self-confidence is a belief that we have in ourselves. It means to believe in our abilities. Self-confidence is something that gives us wings to fly. It gives us strength to deal with any situations in life. When we doubt our activities, we feel underconfidence and fail to do what we are capable of doing. Confident person does everything without facing any fear. It also makes our personality. Everyone should be self-confident. I have also self-confidence. With your permission, I am concluding my short speech. Thank you. ഓക്കെ. എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് പറയുന്നതേ ഒരു ടെൻഷൻ അടിച്ചാണ്. ഓക്കെ, ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ലാസ്റ്റ് ആയിരുന്നു ആരതി. ആരെങ്കിലും ഉണ്ടോ? കംപ്ലീറ്റ് ആയോ? എല്ലാവരും പറഞ്ഞോ? ലിജി, യെസ് ലിജി പറയൂ. ലിജി പറയൂ. കേക്കാമോ? കേക്കാം, കാണുന്നില്ല, കേക്കാം. പറയൂ. Good afternoon, ma'am, and good afternoon, my dear friends. Today I am talking about confidence. Confidence means believing ourselves and our abilities. That means anyone discouraging our abilities. If you have a confidence, we can head on before them. Then, if you have confidence, we can face a group. We can stand in front of a group without fear, and we can talk face to face to a person, and also we can stand what we believe in it. If we have a trust in ourselves, we can face challenges and do a better job. Remembering that confidence is a powerful weapon, helps us to achieve our dreams. Thank you, ma'am, for this wonderful opportunity, and thank you, my dear. Okay. Lijji. Next, Manju. Good afternoon, ma'am.
Good afternoon, ma'am. Yeah. Today, I am speaking about confidence. Confidence is very important in our life. Self-confidence grows by gaining knowledge. It is also called the key to success. It gives us energy to any work. It means believing only in yourself. Self-confidence person does everything without facing any fear. It also makes our personality. Sometimes failure always but we should believe in ourselves. Everyone should be self-confident. Okay, thank you, ma'am. ഇത്രയൊക്കെ അറിയത്തുള്ളൂ, കുറച്ചൊക്കെ അറിയത്തുള്ളൂ. നോക്കിയാ പറഞ്ഞു. ഇംഗ്ലീഷിലൊക്കെ വളരെ ലോയാണ്. ഇംഗ്ലീഷ് അത്ര നന്നായി അറിയത്തില്ല, പഠിക്കാം. കുറച്ചൊക്കെ അറിയത്തുള്ളൂ. Yeah. Okay. Okay, Manju. Next, Nisha. Good afternoon, ma'am, and good afternoon, my friends. ഞാൻ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും രണ്ട് സെന്റൻസ് ഞാൻ പറയാം. Confidence is a state of mind of a person to do anything. If a person has self-belief or self-trust, he can do anything and he can achieve anything in his life. That's all, ma'am. That's right. Yeah. Okay. Okay, Nisha. Next, Munira. Good morning, ma'am. Morning. Good morning, my friends. Good afternoon. Good afternoon, ma'am. Good afternoon, my friends. ഞാൻ അങ്ങനെ ഒന്നും എഴുതിയിട്ടൊന്നും ഇല്ല, കുറച്ചേ അറിയൂ. Today, I am speak a few words about confidence. Confidence is a feeling of self-power that comes from within. Confidence is the key to success. Confidence is a very important our life. Thank you, ma'am. Okay. കഴിഞ്ഞു. എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിട്ട് പറയുന്ന ടോപ്പിക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പറയുന്ന ടോപ്പിക്ക് കോൺഫിഡൻസോ വന്നാൽ ആ പറയുന്നതിൽ കോൺഫിഡൻസ് ഉണ്ടോ അതും ഇല്ല. ഞാൻ ഷോപ്പിലാണ്, അതുകൊണ്ടാണ് ക്യാമറ ഓൺ ചെയ്യാതിരുന്നത്. ഓക്കെ നിഷ. എന്താ പറയാ, ഞാൻ അപ്പുറത്തൊരു പണി ഓടി വന്നതാ പേര് വിളിക്കുന്ന സമയത്ത്. ഓക്കെ. എന്തായാലും നിങ്ങൾ എടുത്ത എഫേർട്ട് കൊള്ളാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. എല്ലാവർക്കും കോൺഫിഡൻസ് അത്യാവശ്യം ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്, വന്നിട്ടുണ്ട്. ഈ കോഴ്സ് കംപ്ലീറ്റ് ആളുകൾക്കും സെറ്റ് ആക്കാം എല്ലാം. ഓക്കെ. എന്തായാലും നിങ്ങൾ ക്ലാസ് നല്ല സപ്പോർട്ടീവ് ആണ് എല്ലാവരും. ഓക്കെ. നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ് അങ്ങോട്ട് ഇങ്ങോട്ടാണെങ്കിൽ ഒക്കെ സപ്പോർട്ടീവ് ആണ്. ക്ലാസ്സിലാണെങ്കിൽ നന്നായി കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പാർട്ടിസിപ്പേഷൻ ആണ് ഈ ബാച്ച്. മാം ഇപ്പൊ ഫ്രീ ടൈം ആണ്, ഞാനൊരു കവിത പറയാം. എന്റെ അടുത്ത് കവിത പറഞ്ഞ് കേട്ട് 2-3 പേര്, തമിഴ് കവിത മാം. ഒരു എന്റെ മകളിനെ കുറിച്ചുള്ള ഒരു കവിതയാണ്. എന്നിട്ട് ഞാൻ അതിന് മീനിങ് പറഞ്ഞു തരാം. மழலை இனிது மனதிற்கு இனியாள் மாதவம் புரிந்தாள் மகளாய் பெற்றேன் உன் பிஞ்சு பாதம் என் நெஞ்சை உதைத்த நொடியும் உன் பட்டுக்கரம் என் விரலை பற்றிய கணமும் மறுபடி புதிதாய் பிறந்தேனடி என் அழுகையின் ஆறுதலானவளே என் சிரிப்பின் நீளமானவளே உன் மழலை மொழி கேட்கையிலே என் உலகமே மறக்குதடி കൺമണിയെ. അതായത് മഴலை ഇനിത് മനതിற்கு ഇനിയാൾ പറഞ്ഞാൽ മഴலை പറഞ്ഞ കുട്ടികളാണ് മാം. കുട്ടികൾ മധുരവും സൗമ്യവും ആയതാണ് കുട്ടികൾ.
പിന്നെ ഇത് ഞാൻ പെറ്റെടുക്കാൻ വലിയ തപസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മകളിനെ പെറ്റത്. പിന്നെ അവളുടെ പിഞ്ച് ആ പാദം ആ മേലെ തട്ടുമ്പോൾ എന്താ പറയാ, നെഞ്ചിൽ ചവിട്ടിയ നിമിഷം, എൻ്റെ മൃദുവായ കയ്യ് എൻ്റെ വിരലിൽ തൊട്ട നിമിഷം ഞാൻ വീണ്ടും ജനിച്ചു. നീ എൻ്റെ കരച്ചിലിൻ്റെ സാന്ത്വനമാണ്, എൻ്റെ ചിരിയുടെ നീളമാണ്. നിന്റെ ഭാഷ കേൾക്കുമ്പോൾ ഈ ലോകം മറക്കുന്നു ഞാൻ. ആ തമിഴിന്റെ മീനിങ് ഇതായിരുന്നു. താങ്ക് യു മാം. കരച്ചിൽ വന്നു ഫീലിംഗ് ആയി. ഓക്കെ, പിന്നെന്താ വേറെ പറയാനുണ്ടോ? ജോലി പറയാനുണ്ടെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കും. ഓക്കെ, എല്ലാവരെയും സെൻഡ് ആക്കുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് മീ ഓൾസോ. ഓക്കെ, സോറി മാം. പിന്നെന്താണ് ടോപ്പിക് മാറ്റാം നമുക്ക്. അപ്പൊ കോൺഫിഡൻസ് ഇനി ആരൊന്നും പറയാനില്ലല്ലോ? ഓക്കെ അല്ലേ? എല്ലാവരും പ്രസന്റ് ചെയ്തു. മാം, കോൺഫിഡൻസിന്റെ ഈ ഒരു ടോപ്പിക് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ മുഫീദാണ് കേട്ടോ നേരത്തെ സംസാരിച്ചത്. ശരിക്കും ഞാൻ റിയൽ ലൈഫിൽ അനുഭവിച്ച കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഒരു 12-13 വയസ്സ് വരെ ഈ കോൺഫിഡൻസ് ഒരു സാധാ കുട്ടി എന്ന നിലയിലല്ല, കോൺഫിഡൻസ് ഇല്ലാത്തൊരു കുട്ടി എന്ന നിലയിൽ ഞാൻ എന്നെ ടീച്ചേഴ്സൊക്കെ പക്ഷെ ടാലന്റ് ഉണ്ട്, പക്ഷെ കോൺഫിഡൻസ് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പക്ഷെ എനിക്കത് നേടാൻ കഴിഞ്ഞു. എൻ്റെ ഇപ്പം എന്താ, നമുക്ക് അത് നേടാനുള്ള അതിൻ്റെ ആവശ്യമാണെന്നുള്ള ഒരു കാര്യം എന്താ, നമ്മളിതൊരു പാഷനായി കൊണ്ടെടുത്ത പ്രാക്ടീസിലൂടെ നമുക്കത് പറ്റിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും പറ്റുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരുപാട് എനിക്ക് പബ്ലിക് സ്പീക്കിങ്ങിൽ എന്താ അത്രയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോ മാം എൻ്റെ പേര് വിളിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് എനിക്ക് കുറച്ച് നെർവസ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു കുറച്ച് ഇയേഴ്സ് ആയല്ലോ നമ്മൾ ഈ ഒരു ഇതിൽ ഒന്നുമില്ലാതെ വെറും ഹൗസ് വൈഫ് ആയിട്ട് നിൽക്കുന്ന. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഷിവറിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെ തോന്നുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് പബ്ലിക് ഒരു വരുമ്പോൾ നമുക്കൊരു അങ്ങനെ ഒരു പെട്ടെന്ന് ഫീലിംഗ് വരികയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്താൽ നമുക്കത് ഒരു പരിധി വരെ മാറിക്കിട്ടും. കുറച്ചു നേരം നമ്മൾ അത്രയും റിലീഫ് ആയിട്ട് നന്നായിട്ടൊന്ന് ബ്രീത്ത് എടുത്താൽ നമുക്ക് ആ ഒരു ഷിവറിങ് മാറിക്കിട്ടും. അത് ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ്. നമുക്ക് ചെറിയൊരു എന്താ ആ നോളജ് ഇത്തിരി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പം ഇംഗ്ലീഷ് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. മലയാളം എനിക്ക് കുഴപ്പമില്ല, ഇംഗ്ലീഷിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ പ്രസന്റേഷൻ നടത്തിയിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നന്നായിട്ടൊന്ന് ബ്രീത്ത് എടുത്താൽ നമുക്ക് ആ ഒരു ഷിവറിങ് മാറിക്കിട്ടും. ഓക്കെ, കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ട്, മനസ്സിലായോ? നമ്മുടെ ലൈഫില് നമ്മൾ എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്താ വരുന്നത്. അപ്പൊ കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഞാൻ സബ്ജക്റ്റിന് വൈസ് ആണ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഞാൻ എടുത്തിട്ടത്. ഓക്കെ, ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നമ്മളോട് ഫോക്കസ് ചെയ്തത്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് ലെവൽ വളരെ അധികം ഉണ്ട്, എല്ലാവർക്കും. ഓക്കെ, ഇംഗ്ലീഷ് ആണെങ്കിലും എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. ഇംഗ്ലീഷ് ആണ് മ്യൂസിക് പേടിക്കുന്നത് വേണ്ട. ഈ പറയുന്ന കോൺഫിഡൻസ് തന്നെ അത് പറയുമ്പോൾ കാണിക്കുക. പൊട്ടത്തിട്ടാണെങ്കിലും പറയാൻ നോക്കുക. ഓക്കെ, അതിലൂടെ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. നിങ്ങൾ ആരെയും പേടിക്കണ്ട. ആരും ഇപ്പൊ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ തന്നെ ആരെങ്കിലും ഇപ്പോ ഒരാൾ ഇംഗ്ലീഷ് പറഞ്ഞു തെറ്റാണ്, കളിയാക്കുമെന്നൊരു ഒരു പേടി കൊണ്ടാണ് നിങ്ങൾ പറയാത്തത്. കളിയാക്കിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, കളിയാക്കട്ടെ. കളിയാക്കും തോറും നമുക്ക് വാശി കൂടെ നമ്മൾ പഠിക്കും. മനസ്സിലായോ? എപ്പോഴും വിജയങ്ങൾ മാത്രമേ ഉണ്ടാകില്ല. വിജയങ്ങൾ മാത്രം വന്നാല് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടാകില്ല. തോൽവിയിൽ നിന്നാണ് എല്ലാം പഠിക്കുക. ഓക്കെ, ഏറ്റവും എന്താണ് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് എന്നാണ് നമ്മള് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ കളിയാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് വിചാരിക്കും എന്നൊന്നും ഇനി ചിന്തിക്കേണ്ട. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതല്ലാതെ ലൈഫിലെ കാര്യങ്ങളാണെങ്കിലും ഒന്നും ചിന്തിക്കണ്ട. ഓക്കെ, കോൺഫിഡന്റ് ആയിട്ട് എല്ലാവരും മുന്നോട്ട് പോവാം. ഞാനൊരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ല, എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല, എനിക്കത് പറ്റില്ല എന്ന് വിചാരിച്ചു നിന്നാ നമുക്കൊന്നും പറ്റില്ല. നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ ഇത്രയും കാലത്തിന് ശേഷം കുറെ ഗ്യാപ്പിന് ശേഷമൊക്കെ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു.
അപ്പൊ നമ്മള് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് നമുക്ക് പറ്റിക്കൂടാ? എല്ലാരും നമ്മളെ പോലെയുള്ളവർ തന്നെ അല്ലേ, ആരും പിറകോട്ടല്ല. നമുക്ക് വേണ്ടി നമ്മളിപ്പോ ഒരേ കിച്ചണിൽ തന്നെ നിൽക്കാണ്ട് നമ്മൾക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കീനതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ പറയാ എന്താ, നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ബാക്കോട്ട് ഇരുന്നാലും നമ്മൾ പിന്നെയും നമ്മൾ ഈ നമ്മൾ കുറെ ഒതുങ്ങി കൂടിയിട്ട് വരുന്നവരായിരിക്കും കുറെ ആൾക്കാർ. നമ്മൾ എന്തെങ്കിലും ആവണം എന്ന് വിചാരിച്ചിട്ടവരായിരിക്കും. നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഒളിച്ചും പാത്തും നിന്നാ അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങിക്കൂടിയാ നമ്മൾ പിന്നെയും നമ്മൾ അടിച്ചമർത്തിയാ ചെയ്യും. നമ്മൾ ഒതുങ്ങിയിട്ട് നമ്മളിൽ തന്നെ ഒതുങ്ങിക്കൂടുക. അപ്പൊ നമ്മൾ കോൺഫിഡൻസ് ഇല്ലാത്തതോ അല്ലെങ്കിൽ കോൺഫിഡൻസ്, ഇപ്പൊ ഞാൻ തന്നെ കോൺഫിഡൻസ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതെന്ത് ചെയ്യുക, എന്ത് തെറ്റായിക്കോട്ടെ, ഇപ്പൊ എന്ത് കാര്യത്തിൽ ഞാൻ പറയുന്ന കുറെ കാര്യങ്ങൾ പൊട്ടത്തരായിരിക്കും. അതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും, ലാംഗ്വേജ് ബാരിയേഴ്സ്, കുറെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ എങ്കിൽ എല്ലാരും ചെയ്യുന്നു, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ക്യാമറ ഓൺ ചെയ്യാനുള്ള ഒരു ധൈര്യം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചൊരു കാര്യമാണ്. എനിക്കിപ്പോ ഞാൻ മോൻ അടുത്തില്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്തിട്ട് തന്നെ എനിക്ക് സംസാരിക്കാം. ഇവിടെ നമ്മളെ കൂടെയുള്ളത് നമ്മുടെ കൂട്ടുകാരും നമുക്ക് അറിയുന്ന മിസ്, നമ്മളിപ്പോ ക്ലാസ്സിലായാലും നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് തന്നെയല്ലേ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം പറയാം. അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ. ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷിൽ തെറ്റ് വരുന്നോണ്ടാണ് ഇപ്പൊ ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ചിലപ്പോൾ ഞാനും വറച്ചു പോകും. പക്ഷെ നമ്മൾ വിചാരിക്കാം പൊട്ടത്തെറ്റായാലും നമ്മൾ ആരും കളിയാക്കാനില്ല, കാരണം നമ്മുടെ ഫ്രണ്ട്സ് ആണ്, പിന്നെ നമ്മുടെ മാമാണ്, വേറെ ആരുമല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒതുങ്ങിക്കൂടാതിരിക്കുക. ആരായിക്കോട്ടെ. ഇനിയിപ്പം എൻ്റെ ഒരു അഭിപ്രായത്തില് ഇനി നമ്മൾ ആരെന്ത് പറയുന്നുണ്ടെങ്കിലും ഇപ്പം നോട്ട്സ് വായിക്കാൻ പറയുന്ന സമയത്ത് പോലും ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് നമ്മളൊന്ന് ഇരുന്നിട്ട് ക്യാമറ ഓൺ ആക്കി വായിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കുറച്ചുകൂടി എന്താ പറയാ കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരിക്കും ചിലപ്പോൾ അത്. ഓക്കെ, താങ്ക് യു. എനിക്കും അതേ പറയാൻ കംഫർട്ടബിൾ പ്ലേസ് ആണ് ഇപ്പൊ ക്ലാസ്, കോഴ്സ് തന്നെ. മാക്സിമം നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചു പോവുക. കോൺഫിഡൻസ് ഇവിടെ നിന്ന് തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ട് പോവാം. ഓക്കെ, പിന്നെ ഒരിക്കലും ആരുടെയും മുന്നിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത നമുക്ക് പുറകോട്ട് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. എല്ലാ ക്ലാസ് ആണെങ്കിലും ഇപ്പോ ഓരോ ടീച്ചേഴ്സ് ആണ്, എല്ലാവരും ഫ്രണ്ട്ലി ആണ്. എല്ലാ ക്ലാസ്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, യെസ്, പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ടൈം ആണെങ്കിൽ 1 hour പോണതേ അറിയുന്നില്ല അല്ലെ, പെട്ടെന്ന് കഴിഞ്ഞു 12:30. ഓക്കെ, സോ see you on the next class. നമുക്ക് സൈൻ ഔട്ട് പറയാം. സൈൻ ഔട്ട് ഇല്ല, ക്യാമറ ഓൺ ചെയ്തോട്ടെ? പിന്നെ ചെയ്തോളൂ, എന്നോട് ചോദിക്കണ്ട, ചെയ്യും. കാണാവോ മാം? Good afternoon all. And the most beautiful thing you can wear is confidence. So be confident always and go ahead to your wish, my dears. And thank you so much, Ashwati ma'am, for improving our confidence, and your class is very useful to us. Thank you, ma'am. Okay, വേറൊരു കാര്യം, ക്യാമറ ഓൺ ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ, ചിലർക്ക് ഒരു കോംപ്ലക്സ് ഉണ്ട്, എനിക്ക് ഭംഗിയില്ല, എന്നെ കാണാൻ ഭംഗിയില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. അതൊക്കെ വെറുതെ ആട്ടോ, എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ഭംഗിയുണ്ട്. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ടത് ലവ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. യെസ്, ഓക്കെ, സോ താങ്ക് യു. ഇനി മാം കുളിച്ചില്ലെങ്കിൽ പോലും വീഡിയോ ഓൺ ചെയ്തിട്ടാണ് ഇനി സംസാരിക്കല് മാം അടുത്ത ക്ലാസ്സിൽ. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ഇതെന്താ അത്രേ ഉള്ളൂ. ശരിയാ മാം, നമ്മളെ തന്നെ ആദ്യം ഇഷ്ടപ്പെടുന്നു. അത് നമ്മൾ തന്നെ വിചാരിക്കണം. നമുക്ക് ഭംഗിയുണ്ട്, നമ്മൾ തന്നെ നമ്മളെ കണ്ണാടി നോക്കി പറഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ കോംപ്ലക്സ് ഇല്ലാണ്ടാവും.